ഫ്രം ദ ഡയറക്ടർ ഓഫ് പോർ തൊഴിൽ സ്റ്റാറിങ് ധനുഷ് ഖേ രാജ. ഭയങ്കര ഇഷ്ടമുള്ള നടനാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ മാക്സിമം ആഗ്രഹിക്കുന്നു. കാണാൻ പറ്റട്ടെ. എന്തായാലും കരൈ സ്വാമി എന്നുള്ള റോളായിട്ടാണ് ഇത്തവണ ധനുഷ് വരുന്നത്. എവിടെയൊക്കെയോ ചെറിയൊരു വെട്രിമാരൻ വൈബൊക്കെ അടിക്കുന്നുണ്ട്, ഒരു അസുരം വൈബ് അടിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള റോള് ധനുഷിൻ്റെ കയ്യിൽ ഭദ്രമാണ്, അറിയാമല്ല, ധനുഷാണ്. അതുകൊണ്ട് തന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവില്ല. ഇഡ്ലിക്കടയെ പോലെയുള്ള പടമായിട്ട് വരാതിരുന്നാൽ മതി എന്ന് മാത്രമേ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളൂ. എനിക്കതൊന്നും സഹിക്കാൻ പറ്റിയില്ല, ഉള്ള കാര്യം പറയാമല്ല. അതൊക്കെ എന്തിനാണ് ധനുഷ് പിടിച്ചതെന്നുള്ള ഒരു പിടുത്തം എനിക്ക് കിട്ടണില്ല. എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ടീസർ വന്നിട്ടുണ്ട്. കര എന്നാണ് സിനിമയുടെ പേര്, കരൈസ്വാമിയുടെ കര. അപ്പോൾ ജി.വി. പ്രകാശാണ് മ്യൂസിക്. അതുപോലെ ആൽഫ്രഡ് പ്രകാശ്, വിഘ്നേഷ് രാജ റൈറ്റേഴ്സ്. മൊത്തത്തിലൊരു നല്ല വൈബ് എനിക്ക് തോന്നി. അപ്പോൾ എവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു അസുരൻ വൈബാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു ലുക്ക് ഇതിനകത്തൊരു വ്യത്യാസം. അസുരനിലെ തലയിൽ ഇങ്ങനെ കെട്ടുകയാണെങ്കിൽ ഇത് ഇങ്ങനെ മുഖം മൊത്തം റാപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ധനുഷിന് ഇത്തരം റോളുകൾ എന്ന് പറഞ്ഞാൽ ഈ അർഗ റോള് ധനുഷിന് ടൈലർ മെയ്ഡാണ്. പക്ഷെ ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. ആ വട ചെന്നൈ പാർട്ട് 2 എത്രയും വേഗം വെട്രിമാരൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങോട്ട് ചെയ്യുക. അത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അരസം വരുന്നുണ്ട് ഇക്കൊല്ലം. അത് പൊരിക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വെറുതെ ചിമ്പു എടുത്ത് വെറുതെ സീനാക്കി തരും എന്ന് എനിക്ക് തോന്നാണ്ട്. എസ് ടി ആർ അത് പൊളിക്കുന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എസ് ടി ആറിൻ്റെ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞേ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല. വേറെ ലെവലിലാണ് പുള്ളി ഓരോ സിനിമയിലേക്കും ഇപ്പോൾ വരുമ്പോഴേക്കും. ഓരോ പുതിയ പുതിയ സിനിമ വരുമ്പോൾ എസ് ടി ആറിൻ്റെ ഗ്രോത്ത് കിടലാണ്. ഈവൻ തഗ് ലൈഫ് എനിക്ക് ഹൊറിബിൾ സിനിമയായിട്ട് തോന്നിയാണെങ്കിൽ പോലും അതിനകത്ത് ആകെ ഒരു ആശ്വാസം എനിക്ക് തോന്നിയത് എസ് ടി ആർ ആയിരുന്നു. ആ മനുഷ്യനുള്ളതുകൊണ്ട് ആ പടം മുഴുവിക്കാൻ പറ്റിയതെന്നുള്ള ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ധനുഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ധനുഷിന് ഹിറ്റ് അധികമൊന്നും ഈ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് സിനിമ നല്ല എഫേർട്ട് എടുത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാപ്റ്റൻ മില്ലർ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട പടമാണ്. കിടിലൻ പടമായിട്ട് തോന്നിയത്. പക്ഷേ എന്ത് ചെയ്യാൻ, അത് അങ്ങോട്ട് ഹിറ്റിലേക്കൊന്നും വരുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഒരു ആവറേജ് സീനിലൊക്കെയാണ് ഇങ്ങനെ പോണത്. എന്താണെന്ന് അറിയാൻ പാടില്ല. എത്രയൊക്കെ എത്രയൊക്കെ ധനുഷ് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടും അങ്ങോട്ട് അങ്ങോട്ട് ഒക്കുന്നില്ല. അങ്ങനത്തെ അവസ്ഥ, അങ്ങോട്ട് ഹിറ്റ് അടിക്കുന്നില്ല എന്നുള്ള അവസ്ഥ. ഇപ്പോൾ ധനുഷ് ആയാലും ശരി, വിക്രം ആയാലും ശരി, സൂര്യ ആയാലും ഇവരുടെയൊക്കെ അവസ്ഥ ഇതാണ്. നല്ലപോലെ വേറെ ലെവലിൽ അഭിനയിക്കാൻ പറ്റുന്ന നടന്മാരാണ്. പക്ഷേ എന്തോ അവരെത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടും അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. അങ്ങോട്ട് ഹിറ്റ് അടിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സീനാണ്. എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രി തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ന്യൂ കമേഴ്സാണ് സംഭവം വന്ന് തൂക്കുന്നത്. അല്ലാതെ മെയിൻ നടന്മാരും മെയിൻ ലെജൻഡറി ഡയറക്ടേഴ്സൊക്കെ മൊത്തം ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഫുൾ ഡിസപ്പോയിൻമെൻറ്റ്സ് ആണ്. ചില സമയങ്ങളിൽ അവരുടെ സിനിമയെക്കാളും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നുന്നത് അവിടുത്തെ ഓഡിയൻസ് എന്തുകൊണ്ട് ചില സിനിമകൾ എടുക്കുന്നില്ല, അങ്ങനെയൊക്കെ. എനിക്കൊന്നും മടുത്തിട്ടാണോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് മേ ബി ദ കൾച്ചറൽ ഡിഫറൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പം ഓഡിയൻസിന് കൂടുതൽ കുറേ ആൾക്കാർക്ക് ഈ മാസ് ബ്ലഡ് ഷെഡ് മാത്രം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണോ, ഈവൻ ലോക്കി ഇന്ത ലെവൽ സാധനങ്ങൾ എടുത്തു വെക്കുന്ന ഗാങ്സ്റ്റർ ബ്ലഡ് ഷെഡ് പരിപാടികളൊക്കെ എടുത്തു വെക്കുന്ന ലോക്കി പോലും ഇത്തവണ എന്താ കാണിച്ചതെന്ന് കണ്ടായിരുന്നില്ല. ഇത് ഒന്നും കൂടി ഏൽക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും ആറഞ്ചും പുറഞ്ചും വെടി വെക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഉന്നത്തി കൊള്ളില്ല എന്നുള്ള അവസ്ഥയാണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയുടെ അവസ്ഥ നോക്കുമ്പോഴേക്കും. വളരെ റെയറായിട്ട് കുറച്ച് പടങ്ങൾ, ഇപ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലി, പിന്നെ ഇത്തവണ ഞാൻ കണ്ടിട്ടുള്ള സിറൈ എന്നുള്ള സിനിമ, അത് അങ്ങനെ കുറച്ച് സിനിമകൾ മാത്രമേ എനിക്ക് തമിഴിൽ നിന്ന് ഈ അടുത്ത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തമിഴ് ഇൻഡസ്ട്രിയുടെ അവസ്ഥ എന്തായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ഭൂരിഭാഗം വരുന്ന സിനിമകളും ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കുറേ പേർക്ക് മറ്റേ തലൈവർ തമ്പി പരിപാടി വർക്കായിട്ടുണ്ടെന്ന് കേട്ട്. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയണത്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷേ എനിക്കത് തീരെ പിടിച്ചില്ല. ഞാൻ അതിനേക്കാൾ നന്നായിട്ടുള്ള കുറേ സിനിമകൾ, ഈ മരണം ബേസ്ഡ് പടങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടേക്കുന്നതുകൊണ്ട് എനിക്കിത് ഭയങ്കര ശോകമായിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. എനിക്കത് ഒട്ടും ഇമോഷണലി കണക്റ്റ് ആയില്ല. ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്നിട്ട് കുറേമാർ വന്നിട്ട് മറ്റേ എന്നെ പഠിപ്പിക്കാൻ വരുന്നുണ്ട്. എടീ, എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നിനക്കൊക്കെ എന്തിൻ്റെ കടിയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ഇത് ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ എന്ന് എന്തെങ്കിലും ഒരു വാശിയുണ്ടോ ഉണ്ടെങ്കിൽ അത് അണ്ണാക്കി വെച്ചുകൊണ്ടിരുന്ന് തിരികെ വെച്ച് ഇരുന്നാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ അടുത്ത് അത് നടക്കില്ല. എൻ്റെ അടുത്ത് കുണച്ചുകൊണ്ട് വന്ന് അടിച്ചാൽ പൊത്തിയാൻ തരും വായിൽ. അത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട്. ഈ നിർബന്ധ ബുദ്ധിയോടെ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ചൂലെടുത്ത് അടിച്ചു ഓടിക്കും. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ കാര എന്നുള്ള ഈ ഒരു ടീസർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ആരുടെയും മുന്നിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അത് പറഞ്ഞു. എന്നും പറഞ്ഞ് ആരും ഇഷ്ടപ്പെടാൻ പാടില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അത് കുറേ മണ്ടനോളികൾ നമ്മുടെ ഇവിടെ നാട്ടിൽ ഈ ലിറ്ററസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം കുറേ മാർക്കില്ല. അത്യാവശ്യം കോമൺ സെൻസ് ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീയും ഇഷ്ടപ്പെടണം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീയും ഇഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനത്തെ ഒരുമാതിരി കുണച്ച കുറേ ചിന്താഗതികൾ, കുറേ മോണ്ണേഷുകളുണ്ട്. അവന്മാരാണ് ഞാൻ ഈ മണ്ടനോളി എന്നൊക്കെ വിളിക്കുന്നത്. ഫാൻസോളി, മണ്ടനോളി എന്നൊക്കെ വിളിക്കുന്നത്. അവന്മാരങ്ങനെ ഞാൻ കാണുന്നത്. എനിക്ക് അവന്മാരോടൊന്നും ഒരു വിലയില്ല. അങ്ങനെയുള്ളവന്മാർ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള പൊട്ടന്മാരെ വിറ്റാണ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ കുറച്ച് ചിക്കിളി ഉണ്ടാക്കണം. കാരണം എനിക്ക് അങ്ങനത്തെ മണ്ടന്മാരെ വിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെയുള്ള പൊട്ടന്മാരെ എടുത്തിട്ട് ഇങ്ങനെ അലക്കാനും അവന്മാരെ ഇങ്ങനെ എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാനും ഇടയ്ക്ക് അവന്മാരെ ഇങ്ങനെ എന്താണ് റേജ് ബെയ്റ്റ് ചെയ്തിട്ട് അവന്മാരെ കൊണ്ട് കമൻറ്റ് ഇടിപ്പിച്ച് എൻ്റെ വീഡിയോ എനിക്ക് കയറ്റാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ഇസ് മൈ എൻ്റർടൈൻമെൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. അവന്മാരെ പൊട്ടന്മാരെ എനിക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ആൾക്കാരെയൊന്നും എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ഇത്തരം പൊട്ടന്മാരുണ്ടല്ലോ എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. പെരുത്ത് ഇഷ്ടമാണ് ഉപയോഗിക്കാനായിട്ട്. അവന്മാരെ ഉപയോഗിച്ച് പിഴിഞ്ഞ് ചണ്ടി പരിവാക്കിയിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിടും. എന്നിട്ട് വേറെ ഏതെങ്കിലും വീഡിയോ ഇടുമ്പോൾ ഞാൻ വീണ്ടും അൺബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ മണ്ടന്മാർ വീണ്ടും വന്ന് കമൻറ്റ് ചെയ്യും. ഇതെൻ്റെ ഒരു എനിക്ക് ഭയങ്കര സുഖം കിട്ടുന്ന പരിപാടിയാണ്. അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. ഈ ചൊറിയണവന്മാരെ തിരിച്ച് മാന്തി അവന്മാരെ പിഴിഞ്ഞെടുത്ത് ഊറ്റി അതിൽ നിന്ന് കിട്ടുന്നൊരു സുഖമുണ്ട്. അത് പറഞ്ഞാൽ മനസ്സിലാവും. അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പൊട്ടന്മാരെ ഞാൻ ഇനി എൻകറേജ് ചെയ്യും. ഞാൻ ഇപ്പോൾ ഈ പറയണത് പോലും ആ പൊട്ടന്മാർക്ക് ഇങ്ങനെ അജിറ്റേറ്റഡ് ആയിട്ട് അവന്മാർ ഒന്ന് വീണ്ടും കമൻറ്റ് ചെയ്യും. വെറും മണ്ടന്മാർ അമ്മാതിരി മണ്ടന്മാരാണ്. എത്രയൊക്കെ ലിറ്ററസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ കിഴങ്ങന്മാരുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ. ഫുൾ ഇന്ത്യ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഇതുപോലുള്ള മണ്ടന്മാരുള്ളിടത്തോളം കാലം ഉണ്ടല്ലോ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഗുണമാണ്. ഈ പൊട്ടന്മാരെ കൊണ്ട് ഭയങ്കര ഗുണമാണെന്നേ. അത് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉള്ളവരാണെങ്കിൽ മനസ്സിലാവും. അതായത് നമ്മൾ ആരെയും കൊന്നും കൊല വിളിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല നമുക്ക് റവന്യൂ കിട്ടുന്നത്. ഈ മണ്ടന്മാരെ വിറ്റിട്ടാണെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷത്തോട് പറയാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പൊട്ടന്മാരെ ഇങ്ങനെ വിറ്റ് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതെനിക്കൊരു ഹരമാണ്. ഇപ്പം ഈ മണ്ടന്മാരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തോന്നിക്കൊടുത്താൽ ഇവന്മാർ ഇങ്ങോട്ട് വന്നോളും. ഈ മണ്ടന്മാരുടെ വിചാരം ഇവന്മാർ ഒന്ന് പറയുമ്പോൾ ഞാൻ പണി നിർത്തി പോവും, അല്ലെങ്കിൽ ഇത് ഞാൻ പണിയായിട്ടാണ് കാണുന്നതെന്നൊക്കെയാണ്. ഇവിടെ പോഴകൾ ലോക വിണ്ണന്മാരാണ്. ലോക വിണ്ണന്മാർ, വിണ്ണേഷുകൾ, വിണ്ണേഷ് പ്രോമാക്സ്. ഈ മണ്ടന്മാരെ എളുക്കാൻ എളുപ്പമാണ്. ഭയങ്കര സിമ്പിളാണ്. ഇവന്മാരുടെ വിചാരം എനിക്കൊരു ഗുണമില്ലാതെ, എനിക്ക് ഒടുക്കത്തെ ഗുണം, എനിക്ക് ഗുണമില്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യുമോ? അത് മാത്രമല്ല എനിക്ക് സിമ്പിളല്ലേ. എനിക്കെൻ്റെ എന്താണ് സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കളയുന്ന ആളുകളെ തെറി പറഞ്ഞിട്ട് അതുപോലെ തന്നെ എനിക്ക് തിരിച്ച് നല്ല രീതിയിൽ എനിക്കിങ്ങനെ കൊടുക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു വെൻഡിങ് ഔട്ട് എന്ന് പറഞ്ഞ പരിപാടിയാണ്. അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരായിട്ട് എൻ്റെ ഫാമിലി ലൈഫിലുള്ളവരും എൻ്റെ ഫ്രണ്ട്സായിട്ട് എനിക്ക് ഭയങ്കര കാം ആൻഡ് കൂളായിട്ടിരിക്കാൻ പറ്റും. അതേസമയം ഈ തൊലിഞ്ഞവന്മാരുടെ അടുത്ത് എനിക്ക് എൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും തീർക്കാം. അത് ഭയങ്കര ഫീലിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു പഞ്ചിങ് ബാഗ് കെട്ടിത്തൂക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെയാണ് വിചാരിക്കുന്നത്. ഈ കമൻറ്റ് ബോക്സിൽ വന്ന് ഊളത്തരം പറയണ നാറികളൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കണം. അവന്മാർ എനിക്ക് എടുത്തിട്ട് ഇടിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ച് അവന്മാർ തെറി പറയുമ്പോൾ തിരിച്ചൊരു 10 ഇരട്ടി കമൻറ്റിൽ 10 ഇരട്ടി തെറി പറയുക. എനിക്ക് എന്ത് സുഖം കിട്ടുന്ന പരിപാടിയാണെന്ന് പറയുമ്പോൾ ഐ എൻജോയ് ഇറ്റ്. ദാറ്റ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ്. അത് ഞാൻ എവിടെയും പറയും. ഇതൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞാൽ ഈ പൊട്ടന്മാർ പോഴന്മാർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. യുവമാരെ വിചാരം യുവമാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുമ്പോൾ അയ്യോ തമ്പറ പോലെ എന്നൊക്കെ ഞാൻ പറയുന്നതാണ്. പോമേരെ, അതാണ് എനിക്ക് എൻ്റെ ഫീലിങ്. പോടാ തച്ചോളി, അതാണ് എൻ്റെ മൈൻഡിലുള്ളത്. എനിക്ക് നീ പോടാ. പിന്നെ ഒരു ഗുണമുണ്ട്, ഈ നാറികളോട് പോടാ മൈരെന്ന് പറഞ്ഞാൽ പോലും ഇവന്മാർ നാളെ വീണ്ടും തിരിച്ചു പറയും. അത്ര ഉളുപ്പില്ലാത്ത ഓരോ ക്യൂണേഷുകളാണ്. ഇവന്മാർക്ക് എത്ര തെറി പറഞ്ഞാലും തിരിച്ചു വരും, വീണ്ടും തിരിച്ചു വരും. കാരണം ഇവന്മാർക്ക് ഒരു സൂക്കേടാണ്, വെറുതെ പണിയില്ലാണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് മാത്രമല്ല ഇവന്മാരെ എനിക്ക് തിരിച്ചു വരുത്താൻ നന്നായിട്ട് അറിയാം. ഞാൻ ഇവന്മാരെ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് അപ്പോൾ ഇവന്മാർ ഇങ്ങനെ ഒരു ഫ്രസ്ട്രേറ്റ് ആവും. കീബോർഡ് വാറിയേഴ്സ് അല്ലേ, അവർമാർക്ക് കുത്താതെ ഒരു രക്ഷയില്ല, കുത്തി പണ്ണാതെ അവന്മാർക്ക് പറ്റൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മറ്റിങ്ങനെ പേ പിടിച്ചിരിക്കുന്ന അവസ്ഥയാകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് അയച്ചിടും. അപ്പോൾ വീണ്ടും അൺബ്ലോക്ക് ചെയ്ത് വിടുമ്പോൾ വീണ്ടും വരും. വീണ്ടും വന്ന് എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ഒന്ന് കുത്തിയിട്ട് പോകും. എനിക്ക് ഭയങ്കര ഗുണമാണ്. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്. ഞാൻ അത് എവിടെയെങ്കിലും പറയണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇതെൻ്റെ ചാനലായതുകൊണ്ട് എനിക്ക് എവിടെയെന്ന് വെച്ചാൽ പറയാൻ തോന്നുന്നതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ കര എന്നുള്ള സിനിമ എന്തായാലും വരുമ്പോൾ ഞാൻ കണ്ടിട്ട് അഭിപ്രായമായിട്ടേക്കാം. എന്തായാലും ഇതിൻ്റെ അടിയിലും കുറേ അമ്മമാർ വരും. ഇപ്പോൾ സൂര്യ ഫാൻസ്, ധനുഷ് ഫാൻസ്, ആ ഫാൻസ്, ഈ ഫാൻസ് ഒക്കെ മണ്ടന്മാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. വെറും പോഴന്മാർ.
നമ്മളെല്ലാവരുടെയും ഫാൻസ് ആയിരിക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് ഇന്ന് കുറേ കുണ്ണുകളുണ്ട്, മറ്റേ ഞാൻ ഇയാളുടെ ഫാൻ ആയതുകൊണ്ടാണ് ഇത് കാണാത്തത്, ഇയാളുടെ ഫാൻ ആയതുകൊണ്ടാണ് ഇത് കാണാത്തതെന്ന് പറഞ്ഞാൽ കുറേ മൊണ്ണേശുകളുണ്ട്. ഈ മൊണ്ണേശുകളെ വിറ്റ് ഞാൻ നല്ല പൈസ ഉണ്ടാക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.